ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എന്നാൽ നവംബർ 20 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളവിടെ ഫുഡ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ റൂമിൽ കിടക്കുന്നവർക്ക് അവിടുത്തെ സ്റ്റാഫിനൊക്കെ ആയിട്ട് നമ്മുടെ കണക്കായിട്ട് അപ്പം നമ്മളത് മട്ടൻ കറിയും നെയ്ച്ചോറുമാണ് വയ്ക്കുന്നത്. അപ്പം ഞാനും കൂടെ അവിടെ ചെന്ന് നമ്മുടേതായ രീതിയിൽ, കാരണം തമിഴ്നാട്ടിൽ വേറൊരു രീതിയിലാണ് വയ്ക്കുക, അപ്പം നമ്മുടേതായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ വിട്ട് തന്നെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കറി വയ്ക്കും. പക്ഷേ അതിനെക്കാട്ടുപരി അവർ നമുക്ക് വന്നൊരു സ്നേഹം എന്ന് പറയുന്നത്, നമ്മളവിടെ ചികിത്സയ്ക്ക് പോയത്, പക്ഷേ ആ ഒരു രീതിയിലല്ല അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് കാണിച്ചേട്ടോ. ഞങ്ങളുടെ എങ്ങനെയോ അവർ അറിഞ്ഞു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അങ്ങനെയൊക്കെ സസ്പെൻസായിട്ട് കേക്കൊക്കെ റെഡിയാക്കി ഞങ്ങൾ അവരുടെ റൂമിലോട്ട്, ആ ഡോക്ടറിൻ്റെ റൂമിലോട്ട് വെച്ച് അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചാണ് ഞങ്ങളന്നൊക്കെ. ഞങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടർ എവിടെയുണ്ട്, ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ. അപ്പം അവിടുത്തെ മാനേജറാണ് നമുക്ക് ഇതെല്ലാം റെഡിയാക്കാനായിട്ട് മുൻപന്തി നിന്ന് കേട്ടോ. എന്തായാലും വളരെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം നമുക്ക് വേറൊരു അടുത്ത് പോയിട്ട്, കാരണം ഞങ്ങളുടെ റിലേറ്റീവ് ആരുമില്ല, ഞങ്ങളും അവിടുത്തെ സ്റ്റാഫ്. കാരണം ഇവരെയൊന്നും എനിക്ക് അറിഞ്ഞു പോലും കൂടി, ഞങ്ങൾ അവിടെ ചെന്നാണ് അവരെയൊക്കെ പരിചയപ്പെടുന്നതെന്ന് തന്നെ അല്ലേ. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, അപ്പോൾ ഞങ്ങളിതൊക്കെ മക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് ഇതിനെല്ലാം അവിടുത്തെ സ്റ്റാഫ് അറിഞ്ഞങ്ങനെ പറഞ്ഞു കൊടുത്താണ് അവരിതെല്ലാം നമുക്ക് റെഡിയാക്കി തരാം. കാരണം ഞങ്ങളവിടെ ഫുഡ് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്കൊരു ഫുഡ് ഞങ്ങൾക്ക് തരണം എന്ന് മാത്രമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷേ അവരെന്താണെന്ന് ചോദിച്ചില്ല. പക്ഷേ അവിടെ എന്തോ അറിഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞാണ് അവരെങ്ങനെയോ അറിഞ്ഞ് ഞങ്ങൾക്ക് ഇതായിട്ട് സസ്പെൻസായിട്ട് ഉച്ചയ്ക്കാണ് ഇതവർ ഫുഡൊക്കെ ഇവിടെ റെഡിയായതിന് ശേഷം ഞാനിങ്ങനെ റൂമിൽ വന്നതിന് ശേഷമാണ് ഡോക്ടർ എന്നെ അങ്ങോട്ട് വിളിച്ച്. അപ്പം ഞാൻ പോയപ്പോൾ എനിക്ക് തന്നെ വല്ലാതെ തോന്നി കേട്ടോ. ആ റൂമിൻ്റെ അകത്ത് സ്റ്റാഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കേക്കൊക്കെ അവരുടെയൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര, എന്നിട്ട് ഇതിനെക്കാട്ടും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവിടെ ഈ തമിഴ്നാട്ടിൽ അപ്പോൾ ഇങ്ങനെ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊന്നാട ഇങ്ങനെ അണിയിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തിനാ പൊന്നാട ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു ചികിത്സയ്ക്കായിട്ടാണ് ആ തെങ്കാശി എന്ന സ്ഥലത്ത് പോയത്. പക്ഷേ ഞാനവിടെ അവരുമായിട്ട് നല്ലൊരു രീതിയിലാണ് ഞാൻ അവരുമായിട്ട് പെരുമാറുന്നത് കേട്ടോ. ഡോക്ടറെ അടുത്തായാലും അവിടെ ഉള്ളവരടുത്തായാലും. അപ്പോൾ അവർക്കെല്ലാം എന്നോടൊരു വലിയ സ്നേഹമാണ് ഞങ്ങളോട്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും നാളും വെഡിങ് ആനിവേഴ്സറിയൊക്കെ നമ്മൾ ആഘോഷിക്കും, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താലും ആ ഒരു സന്തോഷം ഇതിനെക്കാട്ടി എത്രയോ വലുതാണ് കേട്ടോ. കിട്ടിയ ഈ ഒരു സന്തോഷം ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ് നമുക്ക് റൂമിലാണ് ഫുഡൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡോക്ടർ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ, സ്റ്റാഫിനും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നമുക്കവിടെ അവിടെ ഏരിയയിൽ പോയിരുന്നു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഡോക്ടറും നല്ലൊരു സ്വഭാവമുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ മട്ടൻ കറിക്കുള്ള ചെറിയ ഉള്ളി, സവാള ഇതെല്ലാം നന്നായിട്ട് വശക്കി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ആക്കിയിട്ട് മുളക് പൊടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചേച്ചി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ചേച്ചി അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടത് ഇത് കാരണം കണ്ടോ, മട്ടൻ നല്ല ഫ്രഷ് മട്ടനായിരുന്നു കേട്ടോ. ഇവിടെ കിട്ടുന്ന നമ്മുടെ ഇവിടെ 1000 രൂപയൊക്കെയല്ലേ കിലോയ്ക്ക്, പക്ഷേ ഇത് 700 രൂപയേ ഉള്ളൂ അവിടെ. പിന്നെ നല്ല ഫ്രഷ് മട്ടനായിരുന്നു കേട്ടോ. അവിടെ മട്ടന് വില കുറവാണ്. അപ്പം മട്ടൻ കറിയുടെയൊക്കെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മട്ടനൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മളുണ്ടാക്കുക. കാരണം അവരുടെ മസാല എന്ന് പറയുന്നത് അവർ വേറൊരു രീതിയിലുള്ള ഒരു മസാല കൂടെ ചേർക്കും. പക്ഷേ ഞങ്ങൾ അതിനുള്ള മസാലകളൊക്കെ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അത് സെപ്പറേറ്റായിട്ട് പൊടിച്ചെടുത്താണ് അതിലോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ലൊരു മട്ടൻ കറിയായിരുന്നു. നെയ്ച്ചോറ് ഞാൻ അനുഭവം വെച്ച് കേട്ടോ. അപ്പം ചേച്ചി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി, കാരണം പിന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കുറേ സമയം നമ്മളത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിലെല്ലാം പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും മട്ടൻ കറി ഏത് രീതിയിലാണ് വയ്ക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ഞാൻ ഇതിനകത്തൊന്നും എടുത്ത് കാണിച്ചിട്ട്, കാരണം അവിടുത്തെ എനിക്ക് അസുഖമായിരുന്നു അതെല്ലാം മുഴുവൻ കാണിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്തെന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിലോട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് തിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെയാണ്, അവിടെ ഒരു സ്റ്റാഫൊന്നോ ഒരു ഡോക്ടറൊന്നോ ഒന്നുമില്ല, എല്ലാവരും അവിടെ ഒരുമിച്ചാണ്. ഇനി നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു. ഞാൻ എപ്പോഴും ഒരു കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ലേ, തിളച്ച വെള്ളം തന്നെ നമ്മളിങ്ങനെയൊക്കെ ഇറച്ചിക്കറിയൊക്കെ കറി വയ്ക്കുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളമൊന്നും ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. എന്തായാലും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മട്ടൻ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ, ഒരു മണവും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ കറിയൊക്കെ ഒരുവിധം തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി അതവിടെ അത് റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാനവിടെ നെച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. നെച്ചോറിൽ ഞാൻ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഞാൻ നെച്ചോറ് വെച്ചു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഈ നെച്ചോറ് ഭയങ്കര ഇഷ്ടം. അവർ ഈ നെച്ചോറ് ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവരിങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും നമ്മുടെ ഫുഡ് അവരുമായിട്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. അപ്പം എല്ലാം നന്നായിട്ട് ഇളക്കിയൊക്കെ അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഡൈനിങ് ഏരിയയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എല്ലാവരും വിളിച്ചിരുത്തുകയാണ് കേട്ടോ. ഡോക്ടർ അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് ഡോക്ടർ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. അദ്ദേഹം എപ്പോഴും പറയും അവരെ ഒപ്പം നിർത്തിയാൽ മാത്രമേ ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഞങ്ങൾക്ക് ആദ്യം റൂമിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഡോക്ടറാണ് പറയുന്നത് അവർക്ക് റൂമിൽ കൊടുക്കണം, നമുക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് അതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ പ്ലേറ്റിലിട്ട് അവർ വിളമ്പി തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ വിളമ്പുന്നതല്ല, നമുക്ക് കൊണ്ടുവച്ച ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ട് അവർ നമുക്കത് വിളമ്പി തരികയാണ് കേട്ടോ. എന്തായാലും നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ്. എനിക്കത് ഒരിക്കലും ഞാൻ മറക്കൂല. കാരണം നമുക്കത് മറക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ചോറൊക്കെ വിളമ്പിയത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ പ്ലേറ്റുകളൊക്കെ എടുത്ത് വെച്ചത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പല സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, വീണ്ടും ഞാൻ നിങ്ങൾ വീണ്ടും അല്ല, അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല കേട്ടോ. അപ്പോൾ സാറ് എല്ലാവരെയും വിളിച്ചിരുത്തി വഴക്ക് പറയും. സാറ് എല്ലാവരും സമയത്ത് ഇരുന്നിട്ട് പറയുന്നത് നിങ്ങൾ വിളമ്പേണ്ട, നിങ്ങളിവിടെ വന്നിരിക്കുക, എല്ലാം മേശപ്പുറത്ത് വയ്ക്കുക, നമുക്ക് ആവശ്യത്തിന് പോയെടുത്ത് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ചിരുത്തി എല്ലാവരും കൂടെ ഒരു ഭക്ഷണം കഴിപ്പിന് എനിക്ക് കുറച്ച് വിഷമമുണ്ടാകണം എൻ്റെ വീട്ടുകാരെയൊക്കെ. പക്ഷേ ഒന്നുമല്ല, എന്നാലും ഞാൻ അതിൽ ആ സങ്കടം എനിക്കങ്ങ് മാറി. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മോള് തന്നെ പറഞ്ഞു, അതൊന്നും സാരമില്ല മച്ചി എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവരും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും നല്ലൊരു ദിവസമായിട്ട് നമുക്കിനി ഒരുപാട് നാൾ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കാനായിട്ടുള്ള ഇത് പടച്ചോൻ തരട്ടെ. അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. കാരണം നമ്മളൊരു ചികിത്സയ്ക്കായിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് സുഖം പ്രാപിച്ച് അവിടെ നിന്ന് വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.